അപ്പോൾ ഞാനിത് ജാറിനകത്ത് ഇട്ടിരിക്കുന്നത് തേങ്ങ കുരുകുരാന്ന് കുത്തി എരിഞ്ഞത്, പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് കാന്താരിമുളക് ഇടുന്നുണ്ട്. കാന്താരിമുളക് ഇട്ടു. അതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പുപൊടി ഇടാം. ഇത്ര ഉപ്പുപൊടി ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം ഞാൻ ചക്കയാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ അത് കാരണം ഇതിനകത്ത് ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, സവാള, ചുവന്നുള്ളിക്ക് പകരം ഞാൻ സവാളയാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ 2 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് അടിച്ചെടുക്കാം. ചക്ക ഞാൻ നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിതൊന്ന് കുറച്ച് ഉടച്ചെടുക്കാം. ഞാനപ്പോൾ ഈ അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്, ഒതുക്കി എടുത്തേക്കാണ് ചെയ്യണത്. കൂടുതലായിട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട, ചതച്ചെടുക്കണ പരുവത്തിന് മതി. അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചക്ക വെച്ചത് ശരിയായിട്ടുണ്ട്. ഞാനിത് കടുകൊന്നും പൊട്ടിക്കാറില്ല, ഇങ്ങനെ തന്നെ ഒതുക്കിയെടുക്കുകയാണ് പതിവ്. കടുക് പൊട്ടിക്കുന്നവർക്ക് കടുക് പൊട്ടിക്കാം. ഓക്കെ, ബൈ.